ുമെന്ന് തോന്നി. ഞാൻ പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. പറയടി, ഇനി ഇത് കേൾക്കുവോ? വീണ്ടും അടി. കുട്ടിയെടുത്തിയെ തല്ലണ്ടമ്മ, ഞാൻ എൻ്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അവൾക്കത് കൊള്ളണം മൂദേവി. കുട്ടിയെടുത്തി കരയുന്നില്ല. അടി വീഴുമ്പോൾ വാതിൽ പലക പിടിച്ചുകൊണ്ട് നിന്ന് പുളയുകയാണ്. വീണ്ടും അടി. ഇനി ഇത് കേൾക്കുവോ? അടി. ഞാൻ ചാവും. നീ ചാവടി. ഞാൻ എൻ്റെ പ്രാണൻ കളയും. നീ ചാവടി. ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് ഈർക്കിൽ ചിതറി. വല്യമ്മ ഒരലർച്ചയോടെ നിലത്തു വീണ് കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ഞാൻ അമ്മയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി നോക്കുമ്പോഴും വാതിൽ പലകയിൽ പിടിച്ചു നിന്ന് കണ്ണുകളടച്ച് കുട്ടിയെടുത്തി പറയുകയായിരുന്നു, ഞാൻ ചാവും. അന്ന് രാത്രി വീട്ടിൽ ഒച്ചയും അനക്കവും ഉണ്ടായിരുന്നില്ല. ആരും സംസാരിച്ചിരുന്നില്ല. കുട്ടിയെടുത്തി നടപ്പുരയിൽ ഒരരികിൽ പായിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. വല്യമ്മ ഉണ്ടില്ല. അമ്മ ചെന്ന് വിളിച്ചപ്പോൾ കുട്ടിയെടുത്തിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാനുവേടത്തിക്കും ചോറ് വേണ്ട, എനിക്കും ചോറ് വേണ്ട. അമ്മ നിർബന്ധിച്ചു. എനിക്ക് വേണ്ട. പതിവില്ലാത്ത മട്ടിൽ അമ്മ എൻ്റെ തുടയ്ക്ക് ഒരടി വെച്ച് തന്നു. ഒരു കാരണം കിട്ടാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിയെടുത്തിയുടെ പായിൽ ചെന്നു വീണു. കുട്ടിയെടുത്തി തളർന്ന സ്വരത്തിൽ ചോദിച്ചു, ബാസു ഉണ്ടോ? എനിക്ക് വേണ്ട. അമ്മ കിടക്കാൻ വന്നു വിളിച്ചു. ആരോടെന്നില്ലാതെ അരിശത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെയാ കിടക്കണ്. കുട്ടിയെടുത്തി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഉമ്മരവാതിലും അടുക്കളവാതിലും കൊട്ടിയടയ്ക്കുന്നത് കേട്ടു. വിളക്കുകൾ കെട്ടു. എനിക്ക് ഉറക്കം വരുന്നില്ല. കുട്ടിയെടുത്തിയും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നി. അവരുടെ നെഞ്ചോടടുത്ത് കിടക്കുമ്പോൾ തേങ്ങൽ കേൾക്കാം. ഇരുട്ടിൽ കുറേ നേരം കണ്ണു തുറന്നു കിടന്ന ശേഷം ഞാൻ പതുക്കെ വിളിച്ചു, കുട്ടിയെടുത്തി. ഉറങ്ങിക്കോ. വല്ലാതെ വേദനിച്ചുവോ? ഇല്ല, ഉറങ്ങിക്കോ. അവരുടെ നനഞ്ഞ മാറിടത്തോട് ചേർന്ന് ഞാൻ കിടന്നു. ബാസു നല്ല കുട്ടിയാവണം. അമ്മയും വല്യമ്മയും ഒക്കെ നോക്കണം. ഞാൻ മൂളി. എൻ്റെ പുറത്ത് കുട്ടിയെടുത്തിയുടെ വിരലുകൾ താളം പിടിച്ചു. ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. പതുക്കെ പതുക്കെ ഞാൻ കണ്ണുകൾ അടച്ചു. പുലരുമ്പോൾ ഒരു നിലവിളി കേട്ട് ഞെട്ടിത്തെറിച്ചാണ് ഞാൻ ഉണർന്നത്. കണ്ണുതിരുമ്മി നിവർന്നപ്പോൾ അമ്മയും വല്യമ്മയും നെറുകയിൽ കൈവച്ച് നിലവിളിക്കുന്നു. ജാനുവിടത്തിയുമുണ്ട്. വല്യമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഭയപ്പാടോടെ ഞാൻ നോക്കി. അപ്പോൾ നടപ്പുരയുടെ ഉത്തരത്തിൽ നിന്ന് ഒരു കയറിൻ തുമ്പത്ത് കുട്ടിയെടത്തിയുടെ ശരീരം ആടുകയായിരുന്നു.